നാട്ടുകാർ തന്നെ ഫീസ് ഊരുകയാണ് ഉണ്ടായത്. കൂടെയുള്ള ലൈൻമാനെ അവർ മർദ്ദിക്കുകയും ചെയ്തു. കാരണം ഓഫീസിൽ വിളിച്ചിട്ട് കിട്ടാതായി, കുറേ വിളിച്ചപ്പോൾ ആരും വന്നില്ലെന്നുള്ളൊരിതിൽ കൂടെയുള്ള ലൈൻമാനെ മർദ്ദിക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ അപ്പം തന്നെ താഴെ അഴിച്ച് ഇറക്കി ഫസ്റ്റ് എയ്ഡ് കൊടുത്തിരുന്നെങ്കിൽ ഈ ആൾ രക്ഷപ്പെടുമായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെയിംസ് തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഞാനിന്ന് അല്പം പ്രതിഷേധത്തോടു കൂടിയാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. കാരണം 2 ദിവസം മുൻപ് പത്തനാപുരത്ത് എളമ്പൽ എന്ന സ്ഥലത്ത് ജോലിക്കിടെ ഷോക്കടിച്ച് മരിച്ച ശ്രീ വിനോദ്, ഇദ്ദേഹത്തിന് ഷോക്കടിച്ച് പോസ്റ്റിൽ ഒരു തൂങ്ങി നിന്ന ആ സമയത്ത്, കാരണം ഇദ്ദേഹത്തിനൊരു സേഫ്റ്റി ബെൽറ്റ് ഉണ്ടായിരുന്നു, ആ സേഫ്റ്റി ബെൽറ്റിൽ ഷോക്ക് അടിച്ച് തൂങ്ങി നിന്ന ആ നിമിഷം അബദ്ധത്തിൽ ലൈൻമാൻ ഇളക്കിയ ഫ്യൂസ് മാറിപ്പോയി, ട്രാൻസ്ഫോമർ മാറിപ്പോയി. നമുക്കറിയാം, ഇത് വലിയൊരു വീഴ്ചയാണ്. പക്ഷെ ആ സമയത്ത് അവിടെ കൂടിയ ജനങ്ങൾ സമയോചിതമായിട്ട് ഇടപെട്ടോ ഇല്ല എന്നാണ് എനിക്ക് ലഭിച്ച ഒരു ഓഡിയോയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാൾ ഷോക്കടിച്ച് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ രക്ഷിക്കുന്നതിന് പകരം ആ ലൈൻമാനെ ഉപദ്രവിച്ചതായിട്ട് ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. ഓഡിയോ സത്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ തരത്തിലൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വലിയൊരു വീഴ്ചയാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു ബന്ധുവിന് ഷോക്കടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഭർത്താവാണ് ഭാര്യയോട് പറയുകയാണ്, നീ എന്തിനാണ് ആ സാധനം എടുത്ത് അവിടെ വെച്ചത്, അതുകൊണ്ടല്ലേ ഷോക്കടിച്ച് എന്ന് നമ്മൾ വഴക്ക് കൂടുമോ, അതോ ഷോക്കടിച്ച് വീണ് കിടക്കുന്ന ആളിനെ നമ്മൾ രക്ഷപ്പെടുത്തുമോ? നമ്മുടെ സ്വന്തം കുടുംബമാണെങ്കിൽ നമ്മൾ ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ കൂടിയ ജനങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനു പകരം ഈ രക്ഷപ്പെടുത്തേണ്ട അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ചെയ്യേണ്ട ആ പ്രധാന വ്യക്തി അദ്ദേഹത്തിനെ ഉപദ്രവിക്കുന്നു. KSEBയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പം ആ തരത്തിലൊരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അത് വലിയൊരു തെറ്റാണ്. അതവരുടെ ഒരു ബോധവൽക്കരണത്തിൻ്റെ കുറവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മൊത്തമായി ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഓഡിയോയും അത് കഴിഞ്ഞുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഒന്നും മനസ്സിലാക്കിയിട്ട് നമുക്ക് തിരിച്ചു വന്ന് ബാക്കി സംസാരിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പത്തനാപുരത്തെ കേസാണെങ്കിൽ ട്രാൻസ്ഫോമർ മാറി ഓഫ് ചെയ്തിട്ട് കയറി അപകടം സംഭവിച്ചതാണ്. കുറെ നേരം കയറിൽ ആള് വീണ് കിടന്നിരുന്നു. നാട്ടുകാർ തന്നെ ഫീസ് ഊരുകയാണ് ഉണ്ടായത്. കൂടെയുള്ള ലൈൻമാനെ അവർ മർദ്ദിക്കുകയും ചെയ്തു. കാരണം ഓഫീസിൽ വിളിച്ചിട്ട് കിട്ടാതായി, കുറേ വിളിച്ചപ്പോൾ ആരും വന്നില്ലെന്നുള്ളൊരിതിൽ കൂടെയുള്ള ലൈൻമാനെ മർദ്ദിക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ അപ്പം തന്നെ താഴെ അഴിച്ച് ഇറക്കി ഫസ്റ്റ് എയ്ഡ് കൊടുത്തിരുന്നെങ്കിൽ ഈ ആൾ രക്ഷപ്പെടുമായിരുന്നു. അതിന് തെളിവ് നശിപ്പിക്കുക, ആള് വീണ് ബോധം കെട്ട് കിടക്കുന്നത് പക്ഷെ മരിച്ചിട്ടുണ്ടാവും എന്നുള്ള കരുതി തെളിവ് നശിപ്പിക്കുക എന്ന പേരിൽ ആൾക്കാർ താഴെ അഴിച്ചിറക്കാൻ നാട്ടുകാരെ സമ്മതിച്ചില്ല. അത് കാരണം കൊണ്ടാകാം ഒരുപക്ഷെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആൾ രക്ഷപ്പെടുമായിരുന്നു. അതായിരുന്നു അങ്ങനെ ദാരുണമായിട്ടാണ് അഴിച്ചിറക്കിയപ്പോഴും ഫയർഫോഴ്സൊക്കെ വന്ന്, ഒരുപാട് മറ്റുള്ളവരും ഫയർഫോഴ്സൊക്കെ വന്ന് ഒരുപാട് നേരം കഴിഞ്ഞതിന് ശേഷമാണ് അഴിച്ചിറക്കിയത്. അപ്പോഴും ജീവന്റെ തുടിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധമില്ലായ്മ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരുപക്ഷെ അപ്പം തന്നെ അഴിച്ചിറക്കി ഫസ്റ്റ് എയ്ഡ് കൊടുത്തിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ഒരു കയറിൽ കെട്ടി തൂങ്ങിക്കിടക്കുകയാണ് അവിടെ. ആ സേഫ്റ്റി ബെൽറ്റായിട്ട് കണക്ട് ചെയ്തായിരിക്കണം. പിന്നെ അവർ ആ കയറ് അറക്കാനായിട്ട് നോക്കുക, കയറ് ഇളക്കി മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ കത്തിയൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരോ മുകളിൽ കയറി അത് അഴിച്ചു മാറ്റുന്നുണ്ടത്. അപ്പോൾ ഈ സമയത്തൊക്കെ താഴെ ഒരുപാട് ആൾക്കാർ നിൽപ്പുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, താഴെയൊക്കെ ആൾക്കാർ കണ്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ ഇപ്പോൾ കയറഴിച്ച് താഴെ ഇറക്കുകയാണ് ഒരു ഫയർഫോഴ്സുകാരും. ഏറ്റവും മുകളിൽ നിൽക്കുന്നത് KSEB സ്റ്റാഫായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ താഴെ ഇറക്കി ഉടനെ തന്നെ ആ ഫയർഫോഴ്സുകാർ എത്ര സിൻസിയറായിട്ട് എടുക്കുന്നു നോക്കി, അവരെടുത്ത് താഴെ കൊണ്ടുവന്ന് ഉടനെ തന്നെ എന്താ ചെയ്യുന്നത് നോക്കുക. അവരുടനെ തന്നെ ഒരാൾ കിടത്തിയിട്ട് ഉടനെ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക. നോക്കി, കണ്ടില്ലേ, കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക. അത്രയും കെയർഫുള്ളായിട്ട് അവർ ഹാൻഡിൽ ചെയ്തേ. പക്ഷേ ഈ സംഭവം അല്പം മുൻപായിരുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഏകദേശം ഡെഡ് ആയി എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ കൃത്രിമ ശ്വാസോച്ഛ്വാസ ആ പ്രക്രിയ അവരെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്, പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്ഥിതി. ഓക്കെ.
ഇപ്പോൾ ഷോക്ക് അടിച്ച് കിടക്കുന്ന ഒരാളിനെ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ്. അതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് എടുത്തൊന്ന് വിശദമായിട്ട് പഠിക്കാം. ഒന്ന്, ആദ്യം നിങ്ങൾ എത്രയും പെട്ടെന്ന് സപ്ലൈ ഓഫ് ചെയ്യുക. നമ്മുടെ ഈ കേസിൽ ലൈനിൽ തൂങ്ങിക്കിടക്കുക അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇര. അപ്പോൾ ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ സപ്ലൈ ഓഫ് ചെയ്യണമെങ്കിൽ മുകളിൽ കയറി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. താഴെ മറ്റേ ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് ഇളക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള സംഭവം. പക്ഷെ പെട്ടെന്ന് നമുക്കിതൊന്നും മറ്റേ ട്രാൻസ്ഫോമറിൽ നിന്നാണ് സപ്ലൈ ഇവിടത്തേക്ക് വരുന്നതെന്നും ഈ പബ്ലിക്കിനൊക്കെ ചിലപ്പോൾ അറിയണമെന്നില്ല. പക്ഷേ ഈ ലൈൻമാനെ പെട്ടെന്ന് അത് മനസ്സിലാക്കാം. പക്ഷേ ഈ ലൈൻമാനെ ഉടനെ തന്നെ അവിടെ ഉള്ളവർ ഉപദ്രവിച്ചു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചിലപ്പോൾ അവിടെ നടക്കാതെ പോയി കാണും. അപ്പോൾ എനിവേ പബ്ലിക് ആരോഗ്യം എന്നിട്ട് പെട്ടെന്ന് മറ്റേ ഫ്യൂസ് ഇളക്കിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സപ്ലൈ ഓഫ് ചെയ്യുക. ഇപ്പോൾ സപ്ലൈ ഓഫ് ചെയ്യുന്നതിന് നമുക്ക് ഈ പറഞ്ഞ ഫ്യൂസ് ഇളക്കിയോ അല്ലെങ്കിൽ AB സ്വിച്ച് ഇളക്കിയോ, ഇനി വീട്ടിലാണ് അപകടം നടക്കുന്നതെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക, എന്തൊക്കെയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ചില കേസിൽ സപ്ലൈ ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഇര ടച്ച് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ ദേഹത്തോട് ടച്ച് ചെയ്ത് കിടക്കുന്ന കമ്പി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വിടുവിക്കുക. ഇനി അങ്ങനെ നമുക്ക് വിടുവിക്കാൻ പറ്റാത്ത, സപ്ലൈയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നമുക്ക് വിടുവിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആണെന്നിരിക്കട്ടെ, ഇപ്പോൾ കമ്പി കുരുങ്ങി കിടക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉണങ്ങിയ തടി കഷ്ണം, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ തടി കൊണ്ടുള്ള ഉണങ്ങിയ ചൂല്, അതായത് നനഞ്ഞ ഒന്നും വരരുത്, അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ചിട്ട് ആ കമ്പി തട്ടിക്കിടക്കുന്ന കമ്പി പിടിച്ചു മാറ്റുക. പിന്നെ അതല്ലെങ്കിൽ നമുക്കൊരു ഉണങ്ങിയ തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ എറിഞ്ഞ് ആ കമ്പി പിടിച്ചു മാറ്റാൻ പറ്റും. അപ്പൊ ഈ കേസിൽ അതൊന്നും പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പൊ വീട്ടിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താം. കാരണം നമുക്ക് പിന്നെ ഇങ്ങനെ കിടക്കുന്ന കേസിൽ ചിലപ്പോൾ കമ്പി തട്ടി കിടക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നേരിട്ട് ഇത് പിടിച്ചു മാറ്റാൻ പറ്റില്ല, ഓഫ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ കേസിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ശ്വാസമുണ്ടോ എന്ന് നോക്കുക. ശ്വാസം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ അടുത്തെത്തിക്കുക. അതല്ല അടുത്ത് ഡോക്ടർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ എത്തിക്കുക. പിന്നെ അതല്ല നമുക്ക് ശ്വാസമില്ല എങ്കിൽ അതിൻ്റെ ഹൃദയം സ്തംഭിച്ചു പോയിട്ടുണ്ട്, ഉടനെ തന്നെ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക. കൃത്രിമ ശ്വാസോച്ഛ്വാസം എന്ന് പറഞ്ഞാൽ അതിനൊരു നടപടിക്രമം തന്നെയാണ്. പിന്നെ അത് ലളിതമായ കാര്യമാണെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കാം. അങ്ങനെ ഈ വായിലൂടെ നമ്മൾ മൂക്ക് അമർത്തി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ശ്വാസം കൊടുക്കുക, പിന്നെ നെഞ്ചിൽ അമർത്തുക, ഇങ്ങനൊരു പ്രൊസീജിയർ മാറി മാറി ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതാണ് കൃത്രിമ ശ്വാസോച്ഛ്വാസം. അങ്ങനെ കൊടുക്കുമ്പോഴേ ഇദ്ദേഹത്തിന് ശ്വാസം തിരിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുക. എങ്ങനെയായാലും പെട്ടെന്ന് എത്തിക്കുക. നിങ്ങൾ ശ്വാസം തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതല്ല, അതൊരു ചെറിയൊരു പ്രൊസീജിയറായിട്ട് മാത്രം കാണുക. പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിനെ ആശുപത്രിയിൽ എത്തിക്കുക. ആകുന്നതും ശ്വാസം കിട്ടത്തക്കമുള്ള സ്റ്റേജിലേക്ക് നമ്മൾ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ചിലപ്പോൾ നമുക്ക് ആ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്ന പ്രൊസീജിയർ ചിലപ്പം അറിയാതൊക്കെ വെച്ചുകൊണ്ടിരുന്ന സമയം കളയരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കുക. അതല്ല അടുത്തൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ ഡോക്ടറെ എത്തിക്കുക. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരീരം കൂടുതൽ അനങ്ങാതെ നോക്കണം. കാരണം ഇതിൻ്റെ ഹൃദയം സ്തംഭിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ശരീരമൊക്കെ ഇളകിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ ശരീരം ഒരു കമ്പിളി തുണി വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ് വളരെ സൂക്ഷിക്കണം. പെട്ടെന്ന് തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുക. ഇതാണ് ഇതിൻ്റെ നടപടിക്രമം. അപ്പോൾ നിങ്ങൾ ഓഡിയോയും കേട്ടു, അതിനോട് ഫയർഫോഴ്സുകാർ രക്ഷപ്പെടുത്തുന്ന സിറ്റുവേഷനുള്ള വീഡിയോയും കണ്ടു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആ പോസ്റ്റിൽ നിന്നും അവരെ ഇറക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലിരിക്കുന്നത് KSEB ഉദ്യോഗസ്ഥനാണ്, ലൈൻമാൻ ആയിരിക്കും. എന്നിട്ട് താഴോട്ട് ഫയർഫോഴ്സുകാർ പിടിച്ചിറക്കുകയാണ്. ഇതേ സിറ്റുവേഷൻ പബ്ലിക്കിനെ വെച്ചൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കിയേ. അതായത് അവിടെ നിന്ന് ലൈൻമാനെ കൊണ്ട് പെട്ടെന്ന് സപ്ലൈ ഓഫ് ചെയ്യിക്കുക, പോസ്റ്റിൽ കയറ്റുക. ഈ കൂടിയ പബ്ലിക്ക് പെട്ടെന്ന് ഇദ്ദേഹത്തിനെ താഴെ ഇറക്കി പ്രാഥമിക ശുശ്രൂഷ കൊടുത്ത് രക്ഷപ്പെടുത്തുക. ഇത് ചെയ്താൽ ഒരുപക്ഷെ രക്ഷപ്പെടുന്ന കാര്യമേ ഉള്ളായിരുന്നു. ഈ അപകടമരണം കേട്ട ഉടനെ ഞാൻ ആദ്യം ചിന്തിച്ചു 11 kV നിന്നാണ് അപകടം നടന്നത്. അല്ല, നമ്മുടെ സാധാരണ വോൾട്ടേജ്, നമ്മുടെ വീടുകളിൽ കിട്ടുന്ന 230 അല്ലെങ്കിൽ 440 വോൾട്ട്, ആ വോൾട്ട് റേഞ്ചിലുള്ള 3 ഫേസ് സപ്ലൈ മാത്രമാണ് ലൈനിലൂടെ പോയത്, അല്ലാതെ 11 kV സപ്ലൈ അല്ല. അതിൽ നിന്നും ഷോക്ക് അടിച്ചാണ് ഇദ്ദേഹം മരിച്ചത് എന്ന് കേൾക്കുമ്പോൾ അതിശയം തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം മരിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ശാരീരികമായിട്ട് നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ കൈ ഇങ്ങനെ പിൻവലിക്കും. അപ്പോൾ പിൻവലിക്കാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത്രയും വലിയ കറണ്ട് ശരീരത്തിലൂടെ പോകുമ്പോഴായിരിക്കും പിൻവലിക്കാൻ പറ്റാതെ. എങ്ങനെയായാലും ലൈനിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു ഷോക്ക് അടിച്ചു, പെട്ടെന്ന് അയാൾ സപ്ലൈയിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഷോക്ക് കിട്ടി, ഹൃദയത്തിലൂടെ കറണ്ട് പോയി, ഷോക്ക് അടിച്ചു, വീണു, ആ കെട്ടവിടെ ഉള്ളതുകൊണ്ട് തൂങ്ങി. പെട്ടെന്ന് ഇദ്ദേഹത്തിനെ താഴെ ഇറക്കിയെങ്കിൽ ശരിക്കും രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
അവിടുത്തെ പൊതുജനങ്ങൾ ആരെയും ഞാൻ കുറ്റം പറയുകയല്ല, പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾക്കൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വീഴ്ചയാണ്. നമ്മുടെ ഇത് കേൾക്കുന്ന മറ്റു പൊതുജനങ്ങളും ദയവായി ഇത്തരത്തിലേക്ക് ഒരു സിറ്റുവേഷനിലേക്ക് പോകരുത്. നമുക്കൊരാൾക്ക് ഷോക്കടിച്ച് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട നടപടിക്രമം ഞാൻ കഴിഞ്ഞ പോർഷനിൽ ഞാൻ വിശദീകരിച്ചു. പെട്ടെന്ന് സപ്ലൈ ഓഫ് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക, പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമുക്കൊരിക്കലും ഇതുപോലെ നഷ്ടപ്പെടുന്ന ഒരു ജീവൻ നമുക്ക് തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഈ അപകടത്തിൽ ഈ മരിച്ച വിനോദിനെ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറ്റുമെങ്കിലും ഒന്ന് അന്വേഷിക്കട്ടെ, ഇത് ശരിയാണോ, ഈ വീഡിയോയിൽ പറഞ്ഞത് അല്ലെ ഈ ഓഡിയോയിൽ പറഞ്ഞത് ശരിയാണോ എന്നൊന്ന് അന്വേഷിക്കട്ടെ. എനിവേ, വലിയൊരു വിഷമമാണ് ഞാൻ ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പൊതുജനങ്ങൾക്കായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഫോർവേഡ് ചെയ്യുക. ഒപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.